ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് പെർസെൻറ്റേജ് അഥവാ ശതമാനം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ശതമാനം എന്നുള്ളത്. നമ്മളൊരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 100 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് 10 രൂപയാണ്. അപ്പം അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചെയ്ത് ശതമാനം പഠിക്കുന്നതിലും നല്ലത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ശതമാനം പഠിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് പെർസെൻറ്റേജ് അഥവാ ശതമാനം. നമ്മൾ ശതമാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ശതമാനം വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം അതിൽ ചെറിയ ചെറിയ 100ൻ്റെ 10% എത്ര, അല്ലെങ്കിൽ 1000ൻ്റെ 10% എത്ര, അങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് പോകും. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച ശതമാനത്തിലുള്ള ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അതനുസരിച്ച് നമ്മൾ ഓരോന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ പറഞ്ഞ് പോവുകയാണ്. ശതമാനത്തിലുള്ള ഫോർമുലകളും എല്ലാം പറഞ്ഞ് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു സംഖ്യയുടെ 40% എന്ന് പറയുന്നത് 2400 ആണെങ്കിൽ ആ സംഖ്യയുടെ 11% എത്രയാണ്? അതാണ് നമ്മുടെ ചോദ്യം ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ 40% എന്ന് പറയുന്നത് 2400 ആണെങ്കിൽ ആ സംഖ്യയുടെ 11% എത്രയാണ്? സാധാരണ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശതമാനത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഒരു സംഖ്യയുടെ 40% എന്ന് പറയുന്നത് 2400 ആണെങ്കിൽ ആ സംഖ്യയുടെ 11% എത്രയാണ്? ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വര വരയ്ക്കും, ഒരു ഇൻറ്റു നടുക്കിടും. അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ 2 സംഖ്യ ഉള്ളത് മേലെ എഴുതും. അതായത് 11 × 2400/40. ഒറ്റ സംഖ്യ ഉള്ളത് താഴെ എഴുതും. ഒന്നുമില്ല, ഞാൻ വളരെ എളുപ്പത്തിന് വേണ്ടി അത് പറഞ്ഞാണ്. 2 സംഖ്യ ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതും, ഒറ്റ സംഖ്യ ഉള്ളത് താഴെ എഴുതും. അല്ലാത്തവർക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നവർക്ക് എന്തറിയാം? ഇതേ ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ ഇതാണെന്നാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 0 0 വെട്ടിപ്പോയി, 4 24 വെട്ടിപ്പോയി, ബാക്കി 6 × 11 66, ഒരു 0 അവിടെ ഉണ്ട്, 660. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ എത്രയും എളുപ്പത്തിൽ ചെയ്യാം? ഒരു സംഖ്യയുടെ 40% 2400 ആണെങ്കിൽ ആ സംഖ്യയുടെ 11% എത്ര? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 40% 2400 എടുത്ത് എഴുതി, 11% നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ 2 ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതുന്നു, 1 ഉള്ളത് ഡിവൈഡ് ചെയ്ത് താഴെ എഴുതുന്നു. എങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്ത് കിട്ടി? 660 കിട്ടി. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഉത്തരം കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു സംഖ്യയുടെ 30%വും 40%വും തമ്മിലുള്ള വ്യത്യാസം 250 ആയാൽ സംഖ്യ എന്ത്? ഒരു സംഖ്യയുടെ 30%വും 40%വും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യം എഴുതാം. 30%വും 40%വും തമ്മിലുള്ള വ്യത്യാസം, അതായത് 40 - 30 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം 250 ആയാൽ, അപ്പോൾ 10% ആണ്. 30% 40% തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10%. 10% എന്ന് പറയുന്നത് 250 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ സംഖ്യയുടെ ശതമാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ എന്തായിട്ടാണ് എടുക്കുന്നത്? 100 ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് സംഖ്യ ഏത്? സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴും ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. 250 × 100 ഡിവൈഡഡ് ബൈ 10. അതായത് 2 ഉള്ളത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, 1 ഉള്ളത് താഴെ ഡിവൈഡ് ചെയ്ത് എഴുതാം. അപ്പോൾ എത്ര വന്നു? 2500. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒന്നുകൂടെ പറയാം. 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു തുക അല്ലെങ്കിൽ ഒരു സംഖ്യയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് 2% തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 2% തമ്മിലുള്ള വ്യത്യാസം എഴുതാം. അതൊന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 250 തന്നിട്ടുണ്ട്. എന്നിട്ട് സംഖ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതുന്നു? ആ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുന്നു. അത് എത്രയാണെന്ന് എടുത്ത് എഴുതുന്നു. ഇവിടെ ചെയ്യുന്നത് സാധാരണ ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. 10%-ന് 250 ആയാൽ 100%-ന് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 100%-ന് 2500. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതും ഒരു സമാനമായ ചോദ്യമാണ്. ഒരു സംഖ്യയുടെ 70ഉം 90ഉം തമ്മിലുള്ള വ്യത്യാസം 400 ആയാൽ സംഖ്യ ഏത്? 90 - 70 എന്ന് പറയുന്നത് എത്രയാണ്? 20. 20%. 20%-ന് 400 ആയാൽ 100%-ന് 20 400 ആവാൻ എത്ര വേണം? ഒരു 20 കൂടെ വേണം അല്ലേ? അപ്പം നമുക്ക് അങ്ങനെയും കൂട്ടി എഴുതാം. എന്നാലും ഞാനിത് ഇവിടെ എഴുതുകയാണ്. 400 × 100/20.
ആ, ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയുടെ 70% 90% തമ്മിലുള്ള വ്യത്യാസം 400 ആയാൽ സംഖ്യ ഏതെന്നാണ്. നമ്മൾ ഇതുപോലത്തെ ഒരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ തവണയും കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചെയ്തത്? 90 - 70 എന്ന് പറയുന്നത് 20% അല്ലേ? അപ്പോൾ 20% വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 100% വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20% വാല്യൂ 400, അപ്പോൾ 100% വാല്യൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്, തുടക്കം മുതലേ പറയുന്നത്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 എണ്ണം ഉള്ളത് മേലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഒരെണ്ണം ഉള്ളത് താഴെ ഡിവൈഡ് ചെയ്ത് എഴുതുക. അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടി 2000 എന്ന് കിട്ടി. അതായത് 400 × 100 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുന്നത് 2000 നമുക്ക് കിട്ടി. ഇനി ഇതിന് നമുക്ക് വേറൊരു വഴിക്കും കൂടെ ചെയ്യാം. എങ്ങനെയത്? 20 × 20 എത്രയാണ്? 400 ആണ് അല്ലേ? അപ്പോൾ 20% 400 ആവാൻ വേണ്ടി 20 കൊണ്ട് ഗുണിക്കണം. അതുപോലെ 100നെ 20 കൊണ്ട് ഗുണിച്ചാൽ എന്താവും? 100നെ 20 കൊണ്ട് ഗുണിച്ചാൽ എന്താവും? 2000 ആവും. അങ്ങനെ എളുപ്പത്തിൽ നോക്കിയും ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും വഴി ചെയ്യാം. അങ്ങനെ ഈ ക്വസ്റ്റിനെ നമുക്ക് 2 ആയിട്ട് ചെയ്യാം. അതൊരു എളുപ്പ വഴി പറഞ്ഞതാണ്. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് 2 എണ്ണം ഉള്ളത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഒരെണ്ണം ഉള്ളത് താഴെ ഇട്ട് എഴുതുക. ഇങ്ങനെയും ചെയ്യാം. 2000 ആണ്, അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി ഒരു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അത് ഒരു സംഖ്യയുടെ 90% 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, ഒരു ചോദ്യം ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ 90% 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നാൽ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ എയും ബിയുമായിട്ട് മാർക്ക് ചെയ്യും. അതായത് ഒരു സംഖ്യയുടെ 90% 40 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന 2 എണ്ണത്തിനെ എയും ബിയുമായിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് ബി എന്ന് പറയുന്നത് ബി ഡിവൈഡഡ് ബൈ 100 - a ഇൻറ്റു 100. ബി ഡിവൈഡഡ് ബൈ 100 - a ഇൻറ്റു 100. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇത് ഉപയോഗിച്ച് 40 ഡിവൈഡഡ് ബൈ 100 - 90 ഇൻറ്റു 100. അതായത് 40/10 ഇൻറ്റു 100, അതായത് 400. 400 ആണ് ആ സംഖ്യ. ഒരു സംഖ്യയുടെ 90% 40 കൂട്ടിയാൽ, അപ്പോൾ 400ൻ്റെ ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ സംഖ്യ 400 ആണ്. 400ൻ്റെ 90% 40 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യയുടെ 90% 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ സംഖ്യ കണ്ടുപിടിച്ചത് എത്രയാണ്? 400 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു സംഖ്യയുടെ 60% 200 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആ ഫോർമുല പഠിക്കുക. നമ്മൾ എയും ബിയും ആയിട്ട് മാർക്ക് ചെയ്താൽ 200/100 - 60 ഇൻറ്റു 100, 200/40 ഇൻറ്റു 100, 500. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അതുപോലത്തെ ഒരു ചോദ്യം കൂടി ഇട്ടത്. അപ്പോൾ ഈ ചോദ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഫോർമുലയുണ്ട്. ഇതിനെ എയും ബിയും ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 200 ഡിവൈഡഡ് ബൈ 100 - 60, അതായത് ബി ഡിവൈഡഡ് ബൈ 100 - a ഇൻറ്റു 100. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 500 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നു. അതായത് ഓപ്ഷൻ ബി. നമ്മളിവിടെ നമുക്ക് 500 ഓപ്ഷൻ ബി എന്ന് ആൻസർ കിട്ടി. ഇനി നമ്മൾ പരീക്ഷ ഹാളിൽ ഇരിക്കുകയാണ്. ഈ ഫോർമുലയൊന്നും നമുക്ക് ഓർമ്മ വന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമുക്കിവിടെ അറിയാം നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോവുകയാണെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ പോവുകയാണെങ്കിലും സംഖ്യ എന്ന് പറയുന്നത് 400 ആണെന്ന് നമുക്കിവിടെ കിട്ടിയായിരുന്നു. ഈ 400 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എങ്ങനെ അറിയാം? 400ൻ്റെ 90% എന്ന് പറയുന്നത് 400ൻ്റെ 90% എന്ന് പറയുന്നത് 360 ആണ്. ഈ 360നോട് 40 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? 400 തന്നെ കിട്ടി അല്ലേ? അപ്പോൾ ഈ സംഖ്യ കറക്റ്റാണ്. അപ്പോൾ ഈ ഫോർമുല നമുക്ക് അവിടെ വെച്ച് ഓർമ്മ വന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഓരോ ഓപ്ഷനിൽ നിന്ന് എടുത്തിട്ട് ഈ ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് ഈ 480 ആണ് ആദ്യത്തെ എടുക്കുന്നതെന്ന് വെക്കാം. 480ൻ്റെ 90% കൂട്ടുക, അതിൻ്റെ കൂടെ
കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ 40 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതേ സംഖ്യ തന്നെ കിട്ടില്ല. അതുപോലെ 520, 520നോട് അതിൻ്റെ 90% കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ 40 കിട്ടില്ല, 40 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിനും കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് 400 തന്നെയായിരിക്കും. ഞാനത് ചെയ്ത് നോക്കിയതാണ്, അതുകൊണ്ടാണ് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത്. പിന്നെ 700 നോക്കുക, 700ൻ്റെ 90% എടുക്കുക, പ്ലസ് അതിൻ്റെ കൂടെ 40 ആഡ് ചെയ്യുക. അപ്പോൾ ഇതിനും കിട്ടില്ല. നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് 400 മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഇതിനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇതൊക്കെ ശതമാനമായത് മനക്കണക്കറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ 90% എത്രയാണ്? അതിൻ്റെ കൂടെ 40 കൂട്ടുക. ഇതിൻ്റെ 90% എത്രയാണ്? കൂടെ 40 കൂട്ടുക. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഉത്തരം കിട്ടി. പിന്നെ ഇത് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അങ്ങനെ ഒരു രീതിക്കും നമുക്ക് ഈ 2 ക്വസ്റ്റിനെയും അപ്രോച്ച് ചെയ്യാം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു സംഖ്യയുടെ 75%തോട് 250 കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 75%തോട് 250 കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ഒരു സംഖ്യയുടെ 75%തോട് 250 കൂട്ടിയാൽ, അപ്പോൾ 250 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഇരട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ 100ന് പകരം എന്ത് ചെയ്യും? 200 എടുക്കും. 200 മൈനസ് 75 ഇൻറ്റു 100. നമ്മുടെ ഫോർമുല അനുസരിച്ച് എങ്ങനെയാണ് ഫോർമുല? ബി ഡിവൈഡഡ് ബൈ 100 മൈനസ് എ എന്നാണ്. ഇവിടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ എന്നായതുകൊണ്ട് 200 മൈനസ് 75. ഇരട്ടി, അതായത് ഒരു നമ്മുടെ കയ്യിൽ ഒന്നുണ്ടെങ്കിൽ അത് 100%, ഇരട്ടി ആവുകയാണെങ്കിൽ അത് എത്രയാണ്? 200 അല്ലേ? അതുപോലെ 3 ഇരട്ടി ആവുകയാണെങ്കിലോ? അങ്ങനെ. അപ്പോൾ ഒരു സംഖ്യയുടെ 75%തോട് 250 കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ബി ബൈ 200 മൈനസ് എ ഇൻറ്റു 100. അങ്ങനെയാണെങ്കിൽ 250 ബൈ 125 ഇൻറ്റു 100, 200. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 200. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡിലൂടെ ചെയ്യാം. ഇതും ഓർത്തിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ എങ്ങനെ ചെയ്യാം? ഒരു സംഖ്യയുടെ 75%തോട് 250 കൂട്ടിയാൽ, നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എടുത്തു. ആദ്യത്തെ ഓപ്ഷൻ്റെ 75%, 200ൻ്റെ 75%, 200ൻ്റെ 50% എത്രയാണ്? 100. 200ൻ്റെ 75% എന്ന് പറയുമ്പോൾ എത്ര വരും? 200 ഇൻറ്റു 75 ബൈ 100. ഇങ്ങനെയും ചെയ്യാം അല്ലേ? 150 വരും. ഈ 150നോട് നമ്മൾ എന്ത് കൂട്ടി? 150നോട് നമ്മൾ എന്ത് കൂട്ടി? 150നോട് 250 കൂട്ടി. 150നോട് 250 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 400 കിട്ടി. 400 എന്ന് പറയുന്നത് ഈ 200ൻ്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്? 400. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്കിത് ശരിയായി. നമുക്ക് എളുപ്പത്തിലും ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഈ സംഖ്യയുടെ 75% കണ്ടുപിടിക്കുക, അതിനോട് 250 കൂട്ടുക, എന്നിട്ട് അതിൻ്റെ ഇരട്ടിയാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം കിട്ടി. അപ്പോൾ ഈ ഫോർമുല മറന്നു പോയാലും ഇത് ചെയ്യാനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ 10,000-ൽ നിന്നും 14,000 ആയി വർദ്ധിച്ചാൽ വർധനവിൻ്റെ ശതമാനം എന്ത്? അപ്പോൾ ഗ്രാമത്തിലെ ജനസംഖ്യ എത്രയായിരുന്നു? 10,000 ആയിരുന്നു അല്ലേ? 10,000-ൽ നിന്നും എത്രയായി? 14,000 ആയി വർദ്ധിച്ചാൽ വർധനവിൻ്റെ ശതമാനമാണ് നമുക്ക് കാണേണ്ടത്. വർധനവിൻ്റെ ശതമാനം, എന്തോരം വർദ്ധിച്ചു അതിൻ്റെ ശതമാനം. അപ്പോൾ വർധനവ് എത്രയാണ്? 14,000 മൈനസ് 10,000 എന്ന് പറയുന്നത് 4,000 വർധനവ്. 4,000ൻ്റെ ശതമാനമാണ് നമുക്ക് കാണേണ്ടത്, അതായത് ഈ വർധനവിൻ്റെ ശതമാനം. അപ്പോൾ ഒരു ജനസംഖ്യ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 10,000. അപ്പോൾ 4,000 ജനസംഖ്യയുടെ വർധനവിൻ്റെ ശതമാനം, അതായത് 4,000 ബൈ 10,000 ഇൻറ്റു 100. അതായത് 40% വർദ്ധിച്ചത്. 40%. ഇനി ഇത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. 14,000 ആയി കഴിഞ്ഞപ്പോൾ 4,000 കൂടി എന്ന് വെച്ചാൽ 4,000, ഒരു 10,000ൻ്റെ 4,000 കൂടാന്ന് പറഞ്ഞാൽ എത്രയാണ്? 40%. അതിൽ ഒരു തർക്കമില്ല, 40%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഉത്തരം എഴുതാം. പിന്നെ അതെങ്ങനെ നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം. 10,000 14,000 ആയി, അപ്പം 4,000 കൂടി. 4,000 എന്ന് പറയുന്നത് 10,000ൻ്റെ എത്ര ശതമാനമാണ്? 40%. അത്രയേ ഉള്ളൂ.
ഓക്കെ, ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഈ ചോദ്യമാണ്, ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. 120 മാർക്ക് ലഭിച്ച കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടുവെങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നത്? അപ്പോൾ ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന് 40%, അതായത് അവരൊരു കട്ട് ഓഫ് നിശ്ചയിച്ചിരുന്നു. ആ കട്ട് ഓഫ് എന്ന് പറയുന്നത് 40% ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു? ആ കുട്ടി 120 മാർക്ക് ലഭിച്ചു. ആ കുട്ടിക്ക് 80 മാർക്കിൻ്റെ കുറവിനാണ് ആ കുട്ടി പരാജയപ്പെട്ടത്. അപ്പോൾ നമുക്ക് എന്തറിയാം? 120 ആ കുട്ടിക്ക് ലഭിച്ച മാർക്ക് എത്രയാണ്? 120 അല്ലേ? ആ കുട്ടിക്ക് ഒരു 80 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തേനെ? ജയിച്ചേനെ. 80 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ജയിച്ചേനെ. അതായത് 200 മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ജയിച്ചേനെ. അതായത് 200 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 40%. അതായത് ആ പരീക്ഷയുടെ 40% 200 എന്ന് പറയുന്നത്. അപ്പോൾ ആ പരീക്ഷയുടെ മൊത്തം മാർക്കിൻ്റെ 40% 200 എന്ന് പറയുന്നത്. അതായത് ആ പരീക്ഷയുടെ മൊത്തം മാർക്ക് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു 40/100 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 200. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 100 അങ്ങോട്ട് പോയി, അതായത് 20,000 ഈക്വൽ ടു 40x. എക്സ് എന്ന് പറയുന്നത് 20,000/40. അപ്പോൾ പരീക്ഷ നടന്നത് 500 മാർക്കിലാണ്. 500 മാർക്കിലാണ്. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്? ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു പരീക്ഷയുണ്ടായിരുന്നു. ആ പരീക്ഷയിൽ ഒരു കുട്ടിക്ക് 120 മാർക്ക് കിട്ടി. പക്ഷെ ആ കുട്ടി 80 മാർക്കിന് പരാജയപ്പെട്ടു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ആ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 40% ആയിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് 120 + 80 മാർക്ക് ലഭിച്ചു വരുന്നെങ്കിൽ ആ കുട്ടി ജയിച്ചേനെ. അപ്പോൾ കട്ട് ഓഫ് 40% എത്തണമെങ്കിൽ 120 + 80 ആണ് ആ എക്സാം നടന്ന മാർക്കിൻ്റെ 40% എന്ന് പറയുന്നതാണ് ഈ 200. 120 + 80 200. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ആ പരീക്ഷയുടെ മൊത്തം മാർക്ക് കണ്ടുപിടിക്കുകയാണ്. പെർസെൻറ്റേജ് അഥവാ ശതമാനത്തിലെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇത് കുറച്ച് വ്യത്യസ്തമായൊരു ചോദ്യമാണ്. നമുക്ക് ചോദ്യം നോക്കാം. അരുണിൻ്റെ വരുമാനം അരവിന്ദൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ അരവിന്ദൻ്റെ വരുമാനം അരുണിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? അപ്പോൾ ചോദ്യം ഒന്നുകൂടെ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ, അരുണിൻ്റെ വരുമാനം അരവിന്ദൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ നമുക്ക് എന്ത് മനസ്സിലായി? അരുണിൻ്റെ വരുമാനമാണ് കൂടുതൽ. എത്ര ശതമാനം കൂടുതലാണ്? 25% കൂടുതലാണ്. എങ്കിൽ അരവിന്ദൻ്റെ വരുമാനം അരുണിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? അപ്പോൾ എന്തായിരിക്കും? എന്തായാലും അരവിന്ദൻ്റെ വരുമാനം അരുണിനേക്കാൾ കുറവാണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ എത്ര ശതമാനമാണ് ആ കുറവ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ശതമാനമാണ് ആ കുറവെന്ന് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ശതമാനം കണ്ടുപിടിക്കാൻ, എത്ര ശതമാനമാണ് കുറവ് എന്നുള്ള ശതമാനം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് R/100 + R × 100. R/100 + R × 100. അതായത് R എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 25% 25% അല്ലേ കൂടുതൽ. അപ്പോൾ ആ 25% / 100 + 25, അതായത് 125 അതായത് 25% കൂടുതൽ. മൊത്തം ശതമാനം എത്രയാണ്? 100. 25% കൂടുതൽ. ആ ശതമാനത്തിൻ്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 25/125 ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്, അതായത് 100. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? 25/125 എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ആണ് അല്ലേ? അപ്പോൾ 100/5. 100/5 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അതായത് 20%. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചത്? 25% കൂടുതൽ. 25% അതിൻ്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ബൈ എത്ര ശതമാനമുണ്ട്? 100. മൊത്തമുള്ള ശതമാനം 100, അതിൻ്റെ 25% കൂടുതൽ. അപ്പോൾ 25% / 100 + 25% ഇൻറ്റു 100. അതിനുള്ള ഫോർമുലയാണ് R / 100 + R ഇൻറ്റു 100. അതിൻ്റെ ശതമാനം കാണാനാണ് നമ്മൾ ഇൻറ്റു 100 ചെയ്യുന്നത്. അതായത് R / 100 + R, അതായത് 25/100 + 25 ഇൻറ്റു 100. അതായത് വെട്ടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി എത്ര കിട്ടും? 100/5 വിച്ച് ഇസ് ഈക്വൽ ടു 20%. അതായത് ഓപ്ഷൻ ബി 20 ആണ് ഉത്തരം. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർക്കുണ്ടെങ്കിൽ നമുക്ക് സമാനമായ വേറൊരു ചോദ്യം കൂടെ നോക്കാം.
ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിലും അതേപോലത്തെ ഒരു ചോദ്യമാണ്. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കുറവാണ്. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കുറവാണ്. അപ്പോൾ കഴിഞ്ഞ ചോദ്യമായിട്ട് ഈ ചോദ്യത്തിന് എന്താ വ്യത്യാസം? ഇവിടെ 25% കൂടുതലായിരുന്നു കഴിഞ്ഞ ചോദ്യത്തിൽ. ഇവിടെയാണെങ്കിലോ 25% കുറവാണ്. ഈ ചോദ്യത്തിൽ 25% കുറവാണ്. എങ്കിൽ ബിയുടെ വരുമാനം എയുടേതേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? അങ്ങനെയാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? അപ്പോൾ നമുക്ക് എത്രയാണ്? ഇവിടെയും 25 അല്ലേ? 25 ഇവിടെ എന്താ പറഞ്ഞേക്കണേ? 25% കുറവാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പം മൊത്തം ശതമാനം 100 ആണെങ്കിൽ 100ൽ നിന്ന് 25% കുറയും, അതായത് 75%. കുറഞ്ഞത് 25 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 100, അതായിരിക്കും കുറവിൻ്റെ ശതമാനം. അതായത് 25/75 ഇൻറ്റു 100, അതായത് ഇവിടെ നമുക്ക് 1/3 കിട്ടും, അതായത് 100/3. ഇപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണ്. 100/3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഓപ്ഷനിലില്ല. പകരം ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ്. 100/3 എന്ന് പറയുന്നത് എന്താണ്? 33 1/3 ആണ്. 100/3 എന്ന് പറയുന്നത് 33 1/3 ആണ്. അതെങ്ങനെ മനസ്സിലാവും? 33 × 3 എത്രയാണ്? 99. 99 + 1 100. 100/3. അങ്ങനെയാണ് നമുക്ക് എന്ത് മനസ്സിലായത്? മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? ഡിനോമിനേറ്റർ ഇൻറ്റു 3 × 33 + 1 അങ്ങനെയാണ്. അല്ലെങ്കിൽ 100/3 എന്ന് പറയുന്നത് 33 1/3 ആണെന്നുള്ള കാര്യം നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് അല്ലേ? സി ആണ് ഉത്തരം. 33 1/3 ആണ് ഉത്തരം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇവിടെ 25% കുറവാണ്. ആ ശതമാനത്തിൻ്റെ ആ കുറവിൻ്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 100. 100 - 25 എന്ന് പറയുന്നത് 75. അപ്പോൾ 25/75 ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ്. സോ 25/75 ഇൻറ്റു 100, അതാണ് 100 നമുക്ക് ചെയ്ത് വരുമ്പോൾ 100/3 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 33 1/3. അങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ സിയിലെത്തിയത്, 33 1/3. അപ്പോൾ നമുക്കിനി വ്യത്യസ്തമായ വേറൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 50% ഭാര്യയ്ക്കും 20% മക്കൾക്കും 10% ഭക്ഷണത്തിനും നൽകി. ബാക്കി അദ്ദേഹത്തിൻ്റെ കൈവശം 8000 രൂപയുണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്ര? അപ്പോൾ ഒരാൾക്ക് കുറച്ച് വരുമാനമുണ്ട്, അതിനെ അയാൾ ശതമാനമായി തിരിച്ചു. എന്തൊക്കെയാണ്? 50% അല്ലെങ്കിൽ 50% പുള്ളി ഭാര്യയ്ക്ക് കൊടുത്തു, 20% പുള്ളി മക്കൾക്ക് കൊടുത്തു, 10% ഭക്ഷണത്തിനായിട്ട് മാറ്റിവെച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ശതമാനം പുള്ളിയുടെ കയ്യിൽ, ബാക്കിയുള്ള ശതമാനത്തിൽ പുള്ളിയുടെ കയ്യിൽ 8000 രൂപയുണ്ട്. 8000 രൂപയുണ്ട്. അതിൻ്റെ അങ്ങനെയാണെങ്കിൽ മൊത്തം വരുമാനം, അതായത് ടോട്ടൽ സാലറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പുള്ളിയുടെ ടോട്ടൽ സാലറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ മൊത്തം ചിലവാക്കിയ ശതമാനങ്ങൾ എടുത്ത് ആഡ് ചെയ്യുക. അതായത് 50 + 20 + 10, അതായത് 50 20 70 + 80. 80% പുള്ളി ചിലവാക്കിയത്. അപ്പോൾ ബാക്കി ശതമാനം ഉള്ളത്, ബാക്കി എത്ര ശതമാനമുണ്ട്? മൊത്തം നമ്മൾ എപ്പോഴും എന്താ പറയുക? ടോട്ടൽ പെർസെൻറ്റേജ് എപ്പോഴും 100ആണ്. ഏത് കണക്കിലും, ഇപ്പോൾ ശതമാനത്തിൻ്റെ കണക്കിലായാലും പ്രോഫിറ്റ് ലോസിൻ്റെ കണക്കിലായാലും എന്തിലായാലും ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും 100ആണ്, അതായത് 100. ഇതിൽ 80% പുള്ളി ചിലവാക്കി, -80. ബാക്കി പുള്ളിയുടെ എത്ര ശതമാനമുണ്ട്? 20% ഉണ്ട്. ഈ 20% എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 8000 രൂപ. പുള്ളിയുടെ വരുമാനത്തിൻ്റെ 20% എന്ന് പറയുന്നതാണ് 8000 രൂപ. അപ്പോൾ പുള്ളിയുടെ വരുമാനത്തിൻ്റെ 20% എന്തെന്ന് പറയുന്നത്? 8000 രൂപ. അതായത് 20% ഓഫ് ഹിസ് സാലറി, പുള്ളിയുടെ വരുമാനത്തിൻ്റെ 20% എന്ന് പറയുന്നതാണ് 8000 രൂപ. അപ്പോൾ പുള്ളിയുടെ വരുമാനം എത്രയാണെന്ന് നമുക്ക് അറിയില്ല അല്ലേ? പുള്ളിയുടെ വരുമാനം നമുക്ക് അറിയില്ല, അതൊരു അൺനോൺ വാല്യൂ ആണ്. അപ്പോൾ 20/100 പുള്ളിയുടെ വരുമാനത്തെ നമ്മളിപ്പോൾ ഇവിടെ എക്സ് ആയിട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. എക്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 20/100 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ആണ് എന്തെന്ന് പറയുന്നത്? 8000 എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ വരുമാനം എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? 8000 അല്ലെങ്കിൽ 20x ഇസ് ഈക്വൽ ടു 8000 ഇൻറ്റു 100. അപ്പോൾ 8000 ഇൻറ്റു 100/20. പുള്ളിയുടെ വരുമാനം എന്ന് പറയുന്നത് 40000 രൂപയാണ്. ഓപ്ഷൻ സി 40000 രൂപയാണ്.
ഇനി നമ്മൾ ഇവിടെ വരെ കണ്ടുപിടിച്ചു. പുള്ളിയുടെ വരുമാനത്തിൻ്റെ 20% എന്ന് പറയുന്നതാണ് 8000 രൂപ. അപ്പോൾ പുള്ളിയുടെ വരുമാനത്തിൻ്റെ 100% എത്രയാണ് എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ 20% എന്ന് പറയുന്നത് 8000 രൂപയാണെങ്കിൽ 100% എന്ന് പറയുന്നത് എത്രയാണ്? ഈ 20% 8000 ആവാൻ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 20 8 ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? 20 8000 ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? 400 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 400 4 × 2 8 800 1 0. അപ്പോൾ 20% 8000 ആവാൻ നമ്മൾ 400 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 400 വെച്ച് ഈ 100നെ മൾട്ടിപ്ലൈ ചെയ്താലോ? 400 × 100 എന്ന് പറയുന്നത് എത്രയാണ്? 400 എടുത്തെഴുതി, പിന്നെയും 2 0 എഴുതി, അതായത് 40000. അങ്ങനെ എളുപ്പമായിട്ടും നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി ചെയ്യാം. അതായത് 40000 രൂപയാണ് പുള്ളിയുടെ വരുമാനം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 50% ഭാര്യയ്ക്കും 20% മക്കൾക്കും 10% ഭക്ഷണത്തിനും നൽകി. ബാക്കി അദ്ദേഹത്തിൻ്റെ കൈവശം 8000 രൂപയുണ്ടെങ്കിൽ, ഇത് കാണുമ്പോൾ തന്നെ പുള്ളിയുടെ മൊത്തം ശതമാനം 100 ആണെങ്കിൽ പുള്ളി ചിലവാക്കിയ ശതമാനങ്ങളെല്ലാം കൂടെ കൂട്ടാം. 80% കൂട്ടി. അപ്പോൾ ബാക്കിയുള്ള ശതമാനം എത്രയാണ്? 20%. 20% എന്ന് പറയുന്നത് 8000 രൂപയാണെങ്കിൽ 100% എന്ന് പറയുന്നത് 40000 രൂപയാണ്. അത്രയും സിമ്പിളാണിത് ചെയ്യാൻ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഞാൻ ഒന്നുകൂടെ പറയാം. അയാളുടെ മൊത്തം വരുമാനത്തിൻ്റെ 50% ഭാര്യയ്ക്ക് കൊടുത്തു, 20% മക്കൾക്ക് കൊടുത്തു, 10% ഭക്ഷണത്തിന് കൊടുത്തു. അപ്പോൾ അയാൾ മൊത്തം 80% ചിലവാക്കി. അപ്പോൾ ബാക്കി എത്ര ശതമാനമുണ്ട്? 20%. ആ 20% എന്ന് പറയുന്നത് 8000 രൂപയാണെങ്കിൽ മൊത്തം ശതമാനം അല്ലെങ്കിൽ അയാളുടെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് 100% നമുക്കറിയാമല്ലോ. അപ്പോൾ 20% എന്ന് പറയുന്നത് 8000 രൂപയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? 100%ൻ്റെ എത്രയാണെന്നുള്ളത്. അപ്പോൾ 20ൻ്റെ കൂടെ നമ്മൾ 400 കൂട്ടുമ്പോഴാണ് നമുക്ക് 8000 ആവുന്നത്. 20% × 400 8000 ആവുന്നത്. അപ്പോൾ 100% × 400 ആയിരിക്കും അയാളുടെ മൊത്തം വരുമാനം, അതായത് 40000 രൂപ. ഇങ്ങനെയാണ് നമുക്കിത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഇതോടുകൂടി നമ്മുടെ പെർസെൻറ്റേജ് അഥവാ ശതമാനത്തിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ താങ്ക് യു.